ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ഞാനിതാ നമുക്ക് ഇന്ന് സ്കൂളിൽ പോകണം കേട്ടോ. അപ്പം പിന്നെ ഉപ്പുമാവ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2 കപ്പ് ഉപ്പുമാവ് എടുത്തിട്ട് ഞാനിവിടെ വരട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്ന് ഹസ്ബൻഡിനും പോകണം. അപ്പോൾ ഒരു 7:30 ആകുമ്പോഴും ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഫസ്റ്റ് ഞാൻ ചായൻ്റെ കടി റെഡിയാക്കുന്നത് കേട്ടോ. അവർക്ക് ചായ മാത്രം കൊടുത്താൽ മതിയല്ലോ, ചായയും കടിയും കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉപ്പുമാവിന് വേണ്ടി വരട്ടുന്ന സമയത്ത് അമ്മ അവിടെ നിന്ന് ചോറിന് വെള്ളം കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ചോറിൻ്റെ അരി കഴുകി എടുക്കുന്നുണ്ട്, പാത്രങ്ങൾ പിന്നെ കഴുകി എടുക്കുന്നുണ്ട്, അങ്ങനെ ഓരോന്നും ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പിന്നെ വേഗം അതവിടെ വരട്ടാൻ വെച്ച്. പിന്നെ അതേപോലെ തന്നെ അതായത് കുക്കറിൽ പിന്നെ കറിയാക്കാൻ വേണ്ടിയിട്ടാട്ടോ വെച്ചിനി. അപ്പം പിന്നെ മമ്പയർ ആക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പം മമ്പയർ ഞാൻ എന്ത് ചെയ്തു, മമ്പയറാക്കാൻ വേണ്ടിയിട്ട് കുറേ നേരമായി അവിടെ കുതിർത്ത് വെച്ചിട്ട്, രാവിലെ കുതിർത്ത് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഞാൻ ചൂടുവെള്ളത്തിലിട്ട് വെച്ചു. അപ്പോൾ നമുക്ക് വേഗം വെന്ത് കിട്ടും ചൂടുവെള്ളത്തിലിട്ട് വെച്ചാൽ. അപ്പോൾ അതുകൊണ്ട് പിന്നെ രാവിലെ അവിടെ വെച്ചിട്ടുള്ളത് ഞാനിപ്പം കുക്കറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ. അപ്പം അതിലിടാൻ കായ് അങ്ങനത്തെ ഒന്നും ഇല്ല, മമ്പയർ ജസ്റ്റ് മമ്പയർ മാത്രം വെച്ചിട്ടാട്ടോ ഞാനിന്ന് റെഡിയാക്കി എടുക്കുന്നത്, മമ്പയർ കറിയാക്കുന്നത്. അപ്പം ഞാൻ അമ്മനോട് പറഞ്ഞാൽ കഴുകി അതിലിട്ടേന്ന് പറഞ്ഞു. ഞാൻ ഇതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് അടച്ച് വെച്ചിട്ട് നമുക്കതൊന്ന് വേവിക്കാം. അപ്പോഴേക്ക് എനിക്കില്ലേ ഉപ്പുമാവ് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചോപ്പറിലാട്ടോ ചോപ്പ് ചെയ്യുന്നത്. അതായത് ഈ സാധനങ്ങൾ എടുക്കുന്നത് 2 ക്യാരറ്റ്, 1 സവാള, 2 പച്ചമുളക്, പിന്നെ ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് ചോപ്പറിൽ എല്ലാം ഒപ്പം ഇട്ട് ചോപ്പറിൽ ചോപ്പ് ചെയ്തിട്ട് ഞാനവിടെ ഇതാക്കുവാട്ടോ ചെയ്യുന്നത്. അപ്പോൾ അമ്മനോട് പറഞ്ഞ് തേങ്ങ ചിരകാൻ വേണ്ടിയിട്ട്, കാരണം മമ്പയറിലിടാമല്ലോ, അപ്പോൾ തേങ്ങ ചിരകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ദിയമോളെ എഴുന്നേറ്റാൽ പിന്നെ ദിയമോളെ പിന്നാലെ പോകും അമ്മ അവളെ കുളിപ്പിക്കാനും, അല്ലെങ്കിൽ ചെറിയ ആൾ എഴുന്നേറ്റാൽ ചെറിയൊക്കെ ഫുഡ് കൊടുക്കാനും ആക്കാനും ആ ഒരു തിരക്കായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞാൽ അതിന് മുന്നേ ഇങ്ങനെ പിന്നെ തേങ്ങ ഒന്ന് ചിരകി വെച്ച് അമ്മ വേറെ ഒന്നും ചെയ്യാനുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഉണ്ടാവും, അരി കഴുകിയിടാണ്ടാവും, എന്നാലും അത് ഇതാക്കി വെച്ചുകൊണ്ട് അമ്മ തേങ്ങ ചിരകുന്നുണ്ട്. അപ്പം ഞാൻ ഇത് ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്യുന്നത്. അപ്പോൾ 2 ക്യാരറ്റ് മുഴുവനായിട്ടില്ല, പകുതി കുറേ പൊട്ടി ക്യാരറ്റായിരുന്നു. അപ്പോൾ അതുകൊണ്ട് 2 ക്യാരറ്റ് എടുത്തത്, പിന്നെ 1 സവാള, അതുപോലെ തന്നെ 2 പച്ചമുളക് എന്നൊന്നും ഇപ്പോൾ തീരെ എരിവില്ല, അതുകൊണ്ട് 2 പച്ചമുളക് എടുത്തെങ്കിലേ ഞാൻ ഒന്നൊക്കെ എടുക്കാറുള്ളൂ. അപ്പം എരിവില്ലാത്തതുകൊണ്ട് 2 പച്ചമുളക് എടുത്തു. എല്ലാം കൂടി ഇട്ട് ശാംശം ഇഞ്ചി ഞാൻ പിന്നെ ചതച്ചിടും കേട്ടോ ചെയ്തിട്ടുള്ളത്, കാരണം ഇഞ്ചി കടിക്കണമെന്ന് വെച്ചിട്ട് ഞാൻ എപ്പോഴും ചതച്ചിടലാണ്. അപ്പോൾ ഇതൊന്ന് വേഗം ഇതാക്കിയിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ആക്ച്വലി കടുക് തീർന്നു പോയി കേട്ടോ. കടുക് ഞാനിങ്ങനെ ഉണ്ടോ ഇല്ലയോ തപ്പിയതായിരുന്നു. അപ്പോൾ എണ്ണ ചൂടായിട്ട് കടുക് ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കിയത്, പക്ഷെ കടുക് തീർന്നു. പിന്നെ ഞാൻ വേഗം ചോപ്പ് ചെയ്തത് അതിലേക്ക് ഇട്ടിട്ട് അതൊന്ന് നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്തു കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് വഴറ്റിയ ശേഷം പിന്നെ അതിലേക്ക് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാട്ടോ. ഞാൻ 4 കപ്പ് വെള്ളം എടുക്കുന്നത്, ഞാൻ 2 കപ്പ് എടുത്തിട്ടുള്ളത് 4 കപ്പ് എടുക്കുന്നുണ്ട്. പിന്നെ ദിയമോള് പറഞ്ഞു ഇന്നും എനിക്ക് ഫ്രഞ്ച് ഫ്രൈസ് മതി എന്ന് പറഞ്ഞു, എന്താ സ്നാക്സിനൊക്കെ ഫ്രഞ്ച് ഫ്രൈസ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞോടെ വെള്ളത്തിലിട്ട് വെക്കാം, ലാസ്റ്റ് ഒരു 10-15 മിനിറ്റ് വേവിച്ചാൽ മതിയല്ലോ ഇതായിട്ട്. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇത് അതിൻ്റെ ഇടയിൽ ഉപ്പുമാവ് ഇതാക്കുന്നുണ്ട്. കറി അവിടെ നിന്ന് വന്നിട്ട് വേണം ചോറ് വെക്കാൻ വേണ്ടിയിട്ടോ. ചോറ് റെഡിയാക്കിയിട്ടെടുക്കണം. പിന്നെ ഉപ്പുമാവിന് മമ്പയർ കറി കൂട്ടില്ലല്ലോ. അപ്പം ഇന്നലെ കൊണ്ടുവന്ന ചെമ്മീൻ ഉണ്ടായിരുന്നു. അപ്പം ചെമ്മീൻ കുറച്ച് ഇന്നലെ തന്നെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ. അപ്പോൾ ആ വൃത്തിയാക്കിയെന്ന് ഞാൻ എന്ത് ചെയ്തു, എടുത്തിട്ട് കുറച്ച് ചെമ്മീൻ, നമ്മൾ മോളീശ് എന്ന് പറയും കണ്ണൂരുകാർ, അപ്പം മോളീശിനാട്ടോ വെക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ വെള്ളം എടുത്തു കേട്ടോ. കുറച്ചധികം വെള്ളം വേണ്ടുകൊണ്ട് ഞാൻ എടുത്ത് വെച്ചതാണ്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള ഉപ്പുമാവ് കേട്ടോ ഇഷ്ടം എന്ന് പറയുന്നത്. പിന്നെ കറിവേപ്പിലെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ചോപ്പറിലെല്ലാം ചോപ്പ് ചെയ്താക്കി ഇട്ടതാണ് എനിക്ക് കുറച്ച് ഇഷ്ടം എന്ന് പറയുന്നത്. പിന്നെ ആ വെള്ളം തിളക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനത് പൊട്ടറ്റോ ഒന്ന് വൃത്തിയാക്കി എടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പം അത് ഓരോന്നിനും നിൽക്കണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ആകുമ്പോഴേ രാവിലെ ആകുമ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 1 മണിക്കൂർ 1 മണിക്കൂർ എന്തായാലും മിനിമം വേണം എല്ലാ പണിയും റെഡിയാവാൻ വേണ്ടിയിട്ട്. അപ്പം പണിയൊക്കെ റെഡിയാവുള്ളൂ.
ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് പണികൾ റെഡി ആവണമെന്നുണ്ടെങ്കിൽ, അതായത് ഒരു പണി കഴിഞ്ഞ് അടുത്ത പണി എടുക്കാൻ വേണ്ടി നിന്നാൽ നടക്കില്ല കേട്ടോ. അപ്പം ഞാനതുകൊണ്ട് ഇപ്പോൾ ചായ തിളക്കാൻ വെച്ചാൽ ചായ തിളക്കുന്ന ഒരാളെ നോക്കി നിന്നാൽ അത് തിളച്ച് കഴിഞ്ഞാൽ അടുത്ത പണി എടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ പിന്നെ അതിൻ്റെ ഇടയിൽ വേറെ പണികൾ ചെയ്യും. അപ്പോൾ ഏകദേശം വെള്ളം തിളച്ച് വരുന്നുണ്ട്. അന്നേരം ഞാനിത് മുറിക്കുന്ന അവിടെ സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് പിന്നെ വെള്ളം അതിലേക്ക് ഇതിട്ടതിന് ശേഷം അടുത്ത് ചെയ്യും കേട്ടോ. പക്ഷേ തിളച്ച് വരുന്നതുകൊണ്ട് എൻ്റെ ഏകദേശം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിലേക്ക് റവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം വറുത്ത ആ പാത്രത്തിൽ തന്നെ റവ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തു. അപ്പം ഇത് നല്ലോണം ഇളക്കി കൊടുക്കാം. അപ്പം ഞാൻ ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇത് നല്ലോണം ഇതാക്കാം. എനിക്ക് ഈ പറ്റി പിടിക്കുന്നത് തീരെ ഇഷ്ടമല്ല. അല്ലാണ്ട് നമ്മൾ പിന്നെ വേറെ ആയിട്ട് നിൽക്കുന്നില്ലേ, ആ ഒരു ടൈപ്പായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ രീതിയിൽ ചെയ്തെടുക്കുക. കുറേ ഡ്രൈ ആക്കി എടുക്കും. പിന്നെ നമ്മൾ കൂടുതലായിട്ട് നല്ലോണം വറക്കുകയും ചെയ്ത് പിന്നെ നല്ലോണം എണ്ണ ഒഴിച്ചിട്ട് ആ എണ്ണയിൽ ഇതാക്കിയാൽ ഉപ്പുമാവ് ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ട്, അതായത് വേറെ ആയിട്ട് പറ്റിക്കാണ്ട് കിട്ടും. അപ്പം അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ ചോറിന് അമ്മയുടെ അരി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. കഴുകിയത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അവിടെ വെക്കുവാട്ടാ ചെയ്യുന്നത്. കാരണം അമ്മ തീയൻ്റെ പിറകെ പോയി, ഇല്ല നടക്കില്ല. അപ്പം പിന്നെ മമ്പയറിൻ്റെ ഇത്, അതായത് എൻ്റെ 2 വിസിലിനും കൂടിയിട്ട് എൻ്റെ 2 കുക്കറിനും കൂടിയിട്ട് ഒറ്റൊരു ഇതാണുള്ളത്, വെയിറ്റാണുള്ളത്. അപ്പം മറ്റേതിൻ്റെ വെയിറ്റ് പൊട്ടിപ്പോയതാട്ടോ. അപ്പം അത് മേടിക്കണം എന്ന് വെച്ചാൽ എപ്പോഴും മറന്നു പോകും. അങ്ങനെ മാറി ഇട്ട് കൊടുത്തു. ശരിക്കും ചെറുതിൻ്റെ വെയിറ്റ് അത്, വലുതിൻ്റെ അത് മോശമായിട്ടുണ്ടായിരുന്നത്. പക്ഷെ രണ്ടിനും ഇതാവുന്നതുകൊണ്ട് ഞാൻ പിന്നെ അതങ്ങനെ എടുത്തു. പിന്നെ ഇതിലേക്ക് തേങ്ങ ഞാൻ ക്രഷ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ജീരകമല്ല ഞാൻ ക്രഷ് ചെയ്തത്, ഇപ്രാവശ്യം ജീരകപ്പൊടിയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇച്ചിരി ജീരകപ്പൊടി ഇട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കോട്ടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നല്ലോണം ഒന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് എന്താണെന്നറിയില്ല, മമ്പയർ കറി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് കൊടുത്താൽ ചോറ് എന്തായാലും മുഴുവനായിട്ട് കഴിക്കും. അതുകൊണ്ട് അത് ഞാൻ കൊടുത്തു വിടാറുണ്ട് കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കറി എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ അതവിടെ തിളക്കുന്ന സമയത്ത് പിന്നെ ബാക്കി അതായത് എനിക്ക് ചെമ്മീൻ ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ നോക്കാനുള്ളത്. അപ്പം ഞാൻ അവിടെ പാത്രം വെച്ചിട്ടുണ്ട്. അപ്പം ചോപ്പറിൽ ചോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. ആ ചോപ്പറിലേക്കെല്ലാം ഞാൻ ഇട്ട് കൊടുക്കുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. ചായ ഇന്ന് പിന്നെ പാലൊഴിച്ച ചായ കേട്ടോ. അതായത് പാല് കിട്ടിയിട്ടുണ്ടായിരുന്നു, അവിടെ പാലൊഴിച്ച ചായ ഇതാക്കുന്നത്. അപ്പം അതൊന്ന് ഇതാക്കണം അവിടെ. പിന്നെ കറിയാക്കാൻ വേണ്ടിയിട്ട്, അതായത് ചെമ്മീൻ കറിയാക്കണം. എല്ലാം കൂടി ഒരു ഓട്ടപ്പച്ചല കേട്ടോ രാവിലെ എന്ന് പറയുന്നത്. ശരിക്ക് പിന്നെ ആദ്യം ഞാൻ വിചാരിക്കും നമുക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വേറെ എന്തെങ്കിലും റൈസ് അങ്ങനത്തെ എന്തെങ്കിലും ചെയ്താൽ മതി. പിന്നെ ഞാൻ ചോദിച്ചു പടി അങ്ങ് ഒരുങ്ങിയല്ലോ, പിന്നെ വെറുതെ 2-3 പ്രാവശ്യം പ്രിപ്പയർ ചെയ്യണമല്ലോ, എന്തായാലും രാവിലെ എഴുന്നേൽക്കണം. അന്നേരം പിന്നെ രാവിലത്തെ ചോറും കറിയാക്കിയാലോ ആ പടിയും ഒരുങ്ങിയല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ പിന്നെ രാവിലെ ചോറും കറിയാണ് അവർക്ക് കൊടുത്തു വിടുന്നത്. കാരണം നമ്മളെ പണി ഒരുങ്ങി ഇല്ലെങ്കിൽ രാവിലെ അവർക്ക് എന്തെങ്കിലും ചോറ് പോലത്തെ ഐറ്റംസ് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ വെജിറ്റബിൾ ഇട്ട ചോറ് അങ്ങനത്തെ എന്തെങ്കിലും അത് കൊടുത്തു വിടുന്നത്, പിന്നെ നമ്മൾ ചോറും കറിയെല്ലാം റെഡിയാക്കണമല്ലോ. അതുകൊണ്ട് മടിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചോപ്പറിൽ ചോപ്പ് ചെയ്തിട്ടത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ ഇച്ചിരി വെളിച്ചെണ്ണയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇച്ചിരി ഉപ്പെല്ലാം ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം, വേഗം വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പം അതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ചെമ്മീൻ പൊളിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അത് ഞാൻ വെക്കുന്നതിനേക്കാളും കൂടുതൽ അമ്മ വെക്കുന്ന ചെമ്മീൻ പൊളിച്ചത് എനിക്കിഷ്ടം. പക്ഷെ ഞാൻ വെച്ച് പിന്നെ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി വഴണ്ടി എഴുതുക കേട്ടോ തക്കാളി ഇട്ട് കൊടുത്താൽ. പിന്നെ അതെല്ലാം വഴണ്ടി എഴുതുന്ന സമയത്ത് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി തീർന്നു പോയതാട്ടോ, മറന്നുപോയി. എപ്പോഴും മേടിക്കാൻ പോയാലും കാശ്മീരി ചില്ലി പൗഡർ മറന്നു. അപ്പം അതൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. അത് വഴറ്റി കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ മറ്റേതിൽ അതായത് ഇവക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഫ്രഞ്ച് ഫ്രൈസ് ആക്കാൻ വേണ്ടിയിട്ട് അതിൽ ഇച്ചിരി ഉപ്പും അതുപോലെ തന്നെ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ എയർ ഫ്രയറിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഇത് അതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുത്തു. ഇനി നല്ലോണം തിളക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാട്ടോ ചെയ്യുന്നത്. അപ്പം ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചിട്ടിട്ട് കൊടുക്കാം. പിന്നെ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഞാൻ ഇട്ട് കൊടുത്തു. ഇനി അതൊന്ന് ചതച്ചിട്ടിട്ട് പിന്നെ ലാസ്റ്റ് നല്ലോണം വെളിച്ചെണ്ണ ഒന്ന് ഓഫാക്കി കഴിഞ്ഞ് വെളിച്ചെണ്ണ ഇതാക്കി കൊടുക്കുക ചെയ്യുന്ന കേട്ടോ. അപ്പോഴേക്കാണ് ചായയെല്ലാം തിളച്ചതായിട്ടുണ്ട്. അപ്പം നമുക്ക് ചായ വേണമെന്ന് പറഞ്ഞിട്ട് ചായ എടുത്ത് കൊടുക്കുക ചെയ്യുന്നത്. ഇച്ചിരി ചായ വേണമെന്ന് പറഞ്ഞിട്ട് അത് എടുത്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പം ഇതാ രാവിലത്തെ ഓട്ടപ്പച്ചല് 2 കറിയായി. പിന്നെ മമ്പയറാക്കിയ സമയത്ത് ചെമ്മീൻ ഇതിൽ ദിയമോള് പറഞ്ഞു എനിക്ക് ചെമ്മീൻ ഇന്ന് കൊണ്ടുപോകാൻ മതി, മമ്പയർ വേണ്ടാന്ന് പറഞ്ഞു.
പിന്നെ അവൾക്കൊരു മുട്ടയും കൂടി ആക്കി കൊടുക്കണം എന്ന് പറഞ്ഞു. മുട്ട ഭയങ്കര ഇഷ്ടമാണ്. അത് ഓംലെറ്റിനെക്കാളും പ്ലെയിൻ ആയിട്ട് ആക്കി കൊടുക്കുന്ന മുട്ടയാട്ടോ അവൾക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം ഇതിപ്പം ഇനിയിപ്പോൾ ഹസ്ബൻഡിന് കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ഈ ഉപ്പുമാവും അതുപോലെ തന്നെ ചെമ്മീൻ കറിയും ഹസ്ബൻഡിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. പിന്നെ ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ ദിയമോള കാര്യങ്ങളാണ് നോക്കേണ്ടത്. അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞിട്ടാട്ടോ അവളെ ഡ്രസ്സ് ഇടിപ്പിക്കൽ, മുടി കെട്ടൽ, അവളെ ബുക്സ് അവൾ തന്നെ എടുത്തു വെക്കും. ഞാൻ പറയും എടുത്തു വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൾ തന്നെ എടുത്തു വെക്കും. അങ്ങനെ എല്ലാ കാര്യവും ചെയ്യുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് ഇതാട്ടോ. അവളെ ലഞ്ച് എന്ന് പറഞ്ഞ ഒരു മുട്ട ഹാഫ് ഫ്രൈയും അതുപോലെ തന്നെ ചെമ്മീൻ കറിയും മമ്പയർ കറിയും പിന്നെ ഇത് ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രഞ്ച് ഫ്രൈസ്. ജസ്റ്റ് വെറുതെ ഒക്കെ കഴിക്കാനാട്ടോ ഇഷ്ടം. അതുമാണ് പിന്നെ അവൾക്ക് കൊടുത്തു വിടുന്നത്. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതാണ് രാവിലത്തെ സ്കൂളിലേക്ക് പോകാനുള്ള ഓട്ടപ്പാച്ചൽ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.